എന്തൊരു വിനയാന്വിതരാണ് നാദാപുരത്തുകാർ. ഈ നാദാപുരത്ത് സംസാരിക്കുമ്പോൾ, മനുഷ്യർക്കൊപ്പമെന്ന വിഷയം പ്രതിപാദിക്കുമ്പോൾ പ്രവാസികളെ മറന്ന് സംസാരിക്കാൻ കഴിയില്ല. കാരണം കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രവാസികളുടെ പ്രദേശമാണ് നാദാപുരം പരിസര പ്രദേശങ്ങൾ. പ്രവാസികൾ നാടിൻ്റെ നട്ടെല്ലുകളാണ്. അവർ ഇവിടത്തെ നാട് പടുത്തുയർത്തി സംസ്കരിച്ചവരാണ്. വിജ്ഞാന ഗോപുരങ്ങൾ പടുത്തുയർത്തിയവരാണ്. നിരവധി സംസ്കാരങ്ങൾ നാടിന് സമ്മാനിച്ചവരാണ്. അവർ ഒരിക്കലും മെഴുകുതിരികളാകാൻ പാടില്ല. അവരെ ഒരിക്കലും ATM മെഷീനുകളായി കറവപ്പശുവിനെ കറക്കുന്ന പോലെ കറക്കുന്നവരായി കാണാൻ പാടില്ല. പ്രവാസ ലോകത്തിൻ്റെ തുടക്കം അത് പ്രവാസ ചരിത്രവും മനുഷ്യ ചരിത്രത്തോളം നീണ്ടു നിൽക്കുന്നതാണ്. അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ഈ ലോകത്തിറങ്ങിയത് ഭൂമിയിലാണെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവാസം നടത്തി. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി. ലോകത്ത് ഈ നാഗരികതകളും പട്ടണങ്ങളും വികാസങ്ങളൊക്കെയും നടന്നത് പ്രവാസങ്ങളെ കൊണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ മക്കയിൽ നിന്ന് യസ്രിബെന്ന് പറയുന്ന എല്ലാ നിലക്കും വെറുക്കപ്പെട്ടിരുന്ന ഒരു പ്രദേശത്തെ മദീന, ലോകം മുഴുവനും ആകർഷിക്കുന്ന മദീന എന്നൊരൊറ്റ വാക്ക് കേട്ടാൽ ലോകത്തിൻ്റെ മനസ്സിൽ ഒന്നേ ഒന്ന് മദീനത്തുർ റസൂൽ ആക്കി മാറ്റി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മനുഷ്യാവകാശ പ്രഭാഷണം ഹജ്ജത്തുൽ വദാഇൽ നടത്തിയപ്പോൾ ഫൽയുബല്ലിഗു ഷാഹിദു അൽ ഗായിബ്, ഈ അനുഗ്രഹീത സദസ്സിലുള്ളവർ, എൻ്റെ ശബ്ദം കേട്ടവർ കേൾക്കാത്തവർക്ക് എത്തിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ 1,40,000 വരുന്ന സ്വഹാബത്തിൽ 10,000 സ്വഹാബിമാർ മാത്രമാണ് മക്ബറകളെ ഹിജാസിൽ സൗദിയിൽ കാണാൻ കഴിയുള്ളൂ. 1,00,000-ലധികം സ്വഹാബിമാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും പ്രവാസികളായെത്തി. അവിടങ്ങളെല്ലാം സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രഭ പ്രചരിപ്പിച്ചു. ലോകമൊട്ടുക്കും പ്രഭാപൂരിതമാക്കി. അങ്ങനെ വളർന്ന് നമ്മുടെ മലയാളികളും പ്രവാസത്തിൽ വളരെ മുന്നിലായി. വളരെ ദാരിദ്ര്യവും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞൊരു സമയം. പലപ്പോഴും പ്രവാസത്തിൻ്റെ കാരണങ്ങൾ ഉപജീവനം, സുരക്ഷ, മെച്ചപ്പെട്ട അവസരങ്ങൾ എന്നിവ തേടി മനുഷ്യന്മാർ കുടിയേറി. ഈ കേരളം വികസിച്ചതെങ്ങനെ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, എല്ലാ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കേരളക്കാരൻ്റെ കയ്യിൽ കുരുമുളകുണ്ട്, മഞ്ഞളുണ്ട്, ഏലമുണ്ട്, സുഗന്ധങ്ങളുണ്ട്. അത് മുഴുവനും ഈ നാട്ടുകാർക്ക് ഉപയോഗിച്ച് തീരാൻ കഴിയില്ല. ധാരാളം അറബികൾ കേരളത്തേക്ക് പ്രവാസികളായെത്തി. അവിടുന്ന് നല്ല വിലപിടിപ്പുള്ള ഇവിടുത്തെ സുഗന്ധവ്യഞ്ജനങ്ങളും തേക്കുകളും ഏലങ്ങളും കുരുമുളകുകളും ഇവിടുത്തെ ഇഞ്ചികളും ഇവിടുത്തെ തെക്കോലങ്ങളും ഒക്കെ അവർ കൊണ്ടുപോയി. നാടിന് എന്തെല്ലാം സമ്മാനങ്ങൾ നൽകി. ഈ പഴക്കമുള്ള സാമൂഹ്യ പ്രതിഭാസമായ പ്രവാസം മനുഷ്യർ ഒരു നാഗരിക സമൂഹമായി മാറി ഒരിടത്ത് മറ്റൊരിടത്തേക്ക് കുടിയേറിയതിലൂടെയാണ്. ഇസ്ലാമിക വിശ്വാസപ്രകാരം മനുഷ്യ ജീവിതം എന്ന് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്കുള്ളൊരു പ്രവാസം. ഭൂമിയിൽ ഒരു വഴിയാത്രകനെ പോലെയോ വിദേശിയെപ്പോലെ ജീവിക്കുക. കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്.
എന്ന സന്ദേശം നമുക്ക് നൽകുന്നത് എപ്പോഴും ഒരു മുസ്ലിം ഒരു പ്രവാസിയായി മാത്രം ജീവിക്കണം. ഇതവൻ്റെ ശാശ്വതമായ വാസസ്ഥലം ഒരിക്കലുമല്ല. പക്ഷേ പ്രവാസികൾ ഇന്ന് ധാരാളം വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആഗോളവൽക്കരണ കാലത്ത് മനുഷ്യൻ്റെ സ്വതന്ത്രമായ സഞ്ചാരം പലയിടത്തും നിഷേധിക്കപ്പെടുകയായി. കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ പല രാജ്യങ്ങളും മടിക്കുന്നതായി. അതിർത്തികളിൽ നിന്ന് തിരിച്ചയക്കുന്നത് നിത്യസംഭവങ്ങളായി മാറി. പലപ്പോഴും പ്രവാസികൾക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നു. അവർ സ്വന്തം നാട്ടിലും ജോലിയിടങ്ങളിലും നിലയും വിലയുമില്ലാത്തവരായി മാറി. ഇവിടെ ഭരണകൂടത്തോട്, നാട്ടിൽ ജീവിക്കുന്നവരോട് നിങ്ങൾ ആലോചിക്കേണ്ടത്, പ്രവാസികളില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പൂർവികർ ഗൾഫ് നാടുകളിലേക്ക്, യുഎയിലേക്കും ഖത്തറിലേക്കും ബഹ്റൈനിലും കുവൈത്തിലേക്കും പോകുന്നതിന് മുമ്പ് ഈ നാടിൻ്റെ ദാരിദ്ര്യം എന്തായിരുന്നു, ഈ നാടിൻ്റെ പട്ടിണി എന്തായിരുന്നു? അതിൽ നിന്ന് ഈ നാട് പടുത്തുയർത്തിയ പ്രവാസികളോട് നമുക്ക് എത്രമാത്രം കടപ്പാടുണ്ട്. അവർക്ക് വോട്ടവകാശം പറഞ്ഞാൽ പോരാ, പ്രഖ്യാപിച്ചാൽ പോരാ. അത് മുഖ്യ അജണ്ടയായി രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്ത് അടുത്ത ഇലക്ഷനെങ്കിലും അവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ അവർക്ക് കഴിയണം. അതൊരു പൗരൻ്റെ മൗലികാവകാശമല്ലേ? നാട്ടിലില്ല എന്നതിൻ്റെ പേരിൽ ആ അവകാശം നിഷേധിക്കപ്പെടാൻ പാടുണ്ടോ? പ്രവാസികളോട് ഒരു കാര്യം ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, ആരാണ് പ്രവാസി? എങ്ങനെയാണ് പ്രവാസി? പ്രവാസികളോട് നാട്ടുകാർ പുലർത്തേണ്ട ബാധ്യതകൾ എന്ത്? ഖുർആൻ അതിനും പാഠമാണ്. അതാണ് ഞാൻ ഓതിക്കേൽപ്പിച്ച സൂറത്തുൽ ഇലാഫി ഖുറൈശ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള, അവരുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അവരുടെ ഉപ്പ ഹാഷിം, അവരുടെ ഉപ്പ അബ്ദു മനാഫ്. അബ്ദു മനാഫിൻ്റെ കാലത്ത് അസദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതിദരിദ്രനായി, ദാരിദ്ര്യത്തിൻ്റെ കാഠിന്യം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെത്തി. ആത്മഹത്യ ശരിയെന്ന് മനസ്സിലാക്കിയ അസദ് മലമുകളിൽ കയറി താനങ്ങ് പട്ടിണി കിടന്ന് മരിച്ചുകൊള്ളട്ടെ എന്ന് കരുതി. ഇത് മനസ്സിലാക്കിയപ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാലാമത്തെ പിതാമഹനാകുന്ന അബ്ദു മനാഫ് ഒരു ഖുറൈശി സംഗമം, ആ ഖുറൈശി സംഗമത്തിൽ നിന്ന് അസദിന് പിടികൂടിയ ദാരിദ്ര്യം ഒരു കാലത്തും ഒരാൾക്കും പിടികൂടാൻ പാടില്ല. അസദിനെ എത്രയും പെട്ടെന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. മാർഗമെന്ത്? ചില്ലറ കാശുകൾ വാങ്ങി അസദ് രക്ഷപ്പെടുത്തി പോരാ. ഈ ഗതി ആർക്കും പാടില്ല. ഖുറൈശികളെ, മക്ക കേരളത്തെപ്പോലെ 44 നദികളില്ല, 6 മാസം മഴയില്ല. എന്ത് നട്ടാലും വളർന്നു വരുന്ന വൃക്ഷങ്ങൾ, കായ്കനികൾ നിറയുന്ന നാടല്ല. അവിടെയാണ് കൂടിയാലോചനകൾ, ചർച്ചകൾ. അബ്ദുമനാഫിൻ്റെ തീരുമാനം 2 സീസണുകളായി പ്രവാസ ലോകത്തേക്ക് 2 വിഭാഗത്തെ, അഥവാ ഇവിടെ ശക്തമായ ചൂട് വരുമ്പോൾ ഷാമിലേക്ക് ഒരു വിങ്ങിനെ അയക്കുക. പക്ഷേ എല്ലാവരും പ്രവാസികളായി പോകാൻ പാടില്ല. എൻ്റെ വാപ്പ ഗൾഫിൽ പോയി രക്ഷപ്പെട്ടു എന്ന് കരുതി ഞാൻ പോകണമെന്നല്ല കരുതേണ്ടത്. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് വിജയിക്കണമെങ്കിൽ എനിക്ക് ബഹുഭാഷാ പാണ്ഡിത്യം വേണം. മലയാളം ഭാഷ മാത്രം പോരാ. എനിക്ക് ബിസിനസ് ട്രിക്കുകൾ എനിക്ക് നന്നായി ഉണ്ടാവണം, ടെക്നിക്കൽ വിദ്യകൾ എനിക്ക് ഉണ്ടാവണം. അപ്പോൾ ഒരു വാപ്പായുടെ 10 മക്കളിൽ
എല്ലാവരും ബിസിനസ്സിന് പറ്റണമെന്നില്ല. ഒന്നോ രണ്ടോ മകനെ ബിസിനസ് ആവശ്യാർത്ഥം അങ്ങ് പോയി. ഷാമിലേക്ക് പോകുമ്പോൾ ഇവിടെയുള്ള മറ്റു മക്കൾ ഹോം പോയി സുഖിക്കുകയാണെന്നല്ല, ആ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അങ്ങകലെ കഴിയുമ്പോൾ അവൻ്റെ ഭാര്യയും മക്കളും ഇവിടെ പട്ടിണി കിടക്കരുത്, അവർ പ്രയാസങ്ങൾ അനുഭവിക്കരുത്, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കരുത്. അവൻ നാട്ടിലുള്ളപ്പോൾ സുഭിക്ഷമായി കഴിഞ്ഞതിലേറെ അവൻ്റെ ഭാര്യയും മക്കളും കഴിയാൻ എൻ്റെ ജ്യേഷ്ഠൻ അവിടെ പോയെങ്കിൽ ഞാനും എൻ്റെ അനുജന്മാരും എൻ്റെ ജ്യേഷ്ഠൻ്റെയും എൻ്റെ കുടുംബത്തെയും നന്നായി പരിപാലിച്ചു, ശുശ്രൂഷിച്ചു. അവർ ആ ഭാര്യയും മക്കളും കുടുംബവും എൻ്റെ ജ്യേഷ്ഠൻ്റെ അസാന്നിധ്യം അറിഞ്ഞില്ല. ഈ ആയതുകൊണ്ട് തന്നെ ജ്യേഷ്ഠൻ അവിടെ ബിസിനസ് നടത്തുമ്പോൾ ഒരു ടെൻഷനുമില്ല. എൻ്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിക്കും, എൻ്റെ ഉമ്മക്ക് എന്ത് സംഭവിക്കും, എൻ്റെ ഉപ്പായുടെ അവസ്ഥ എന്തെന്ന് വേദനിക്കേണ്ടതില്ല. വളരെ സുഭിക്ഷമായി അവർ അവിടെ ബിസിനസ് നടത്തുന്നു. 6 മാസം കൂടുമ്പോൾ നല്ല ലാഭങ്ങൾ കൊയ്തെടുക്കുന്നു. കിട്ടിയ ലാഭം ഇതെൻ്റെ മാത്രം അവകാശമല്ല. എനിക്ക് ഇത്രയും ബിസിനസ് നടത്താൻ കഴിഞ്ഞത് എൻ്റെ അനുജന്മാർ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബത്തെയും ഞാൻ നോക്കേണ്ട എൻ്റെ ഉമ്മയും ഉപ്പയെയും മാന്യമായി നോക്കിയത് കൊണ്ടാണ്. അവരെ നന്നായി ശുശ്രൂഷിക്കേണ്ടതും പരിപാലിക്കേണ്ടതും എൻ്റെ ബാധ്യതയാണ്. 10 ലക്ഷം രൂപ എനിക്ക് ലാഭം കിട്ടിയെങ്കിൽ ഈ ലാഭത്തിൽ ഒരു വിഹിതം എൻ്റെ അനുജന്മാർക്ക് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കി അവർക്കും വിതരണം ചെയ്യുകയായി. എല്ലാവരും സുഭിക്ഷമായി കഴിഞ്ഞു. ഈ ഒരു പ്രവാസ ലോകം, ഇവിടെ പ്രവാസി വരുമ്പോൾ 1000 കത്തുകളും 1000 ആവശ്യങ്ങളും എന്നല്ല, അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രവാസികൾക്ക് എൻ്റെ മോളെ കെട്ടിക്കാൻ മാർഗമില്ല, അമ്മായിമ്മ മരുമകളെക്കുറിച്ചുള്ള പരാതി, മരുമകള് അമ്മായിമ്മയെക്കുറിച്ചുള്ള പരാതി. പ്രവാസിയുടെ മനസ്സ് കടലിലും കരയിലുമല്ലാതെ എയർപോർട്ടിൽ എമിഗ്രേഷൻ കഴിഞ്ഞ് ബോഡി പാസ് കിട്ടി വിഷമിക്കുന്ന പ്രവാസി, ഇതല്ല പ്രവാസികളോട് ചെയ്യേണ്ടത്. ഈ സമയത്ത് അവസാനമായി ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, ഇവിടെയും പ്രവാസികൾക്ക് സംരക്ഷകനായെത്തിയ മഹാപണ്ഡിതവരേണ്യരാണ് മഹാനായ ശൈഖുന സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ്. 1900